സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഫാൻറ്റസി മൂവീസ് ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ അവർ ഫാൻ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരു സിനിമ ഫ്രാഞ്ചൈസിയാണ് ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറയുന്നത്. ഒരുപാട് അധികം ഓസ്കാർ അവാർഡ്സും കാര്യങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടുള്ള ഒരു മൂവി ഫ്രാഞ്ചൈസി തന്നെയാണ് ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ പ്രീക്വൽ സ്റ്റോറി ആയിട്ട് നടക്കുന്ന ഒരു സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഫസ്റ്റ് സീസൺ 2022 ഇറങ്ങിയതാണ്. ഇപ്പോൾ സെക്കൻഡ് സീസണാണ് റിലീസ് ചെയ്തത്. സോ ഫസ്റ്റ് സീസൺ കണ്ടിട്ട് എനിക്ക് ആ സമയത്ത് ഒരു റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് സെക്കൻഡ് സീസൺ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് കരുതി. സോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആ ഒരു സീരീസിലെ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയാണ്. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മീ ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ലോർഡ് ഓഫ് ദ റിങ്സ്, റിങ്സ് ഓഫ് പവർ. സോ ഗൈസ്, റിങ്സ് ഓഫ് പവർ ഏകദേശം 8 എപ്പിസോഡ് വരുന്ന ഇതിൻ്റെ സെക്കൻഡ് സീസൺ ആമസോൺ പ്രൈമിലൂടെ ആയിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഒരുപാട് അധികം ബഡ്ജറ്റായിരുന്നു ഈ ഒരു സീരീസിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരു എപ്പിസോഡിന് തന്നെ ഏകദേശം നല്ലൊരു മില്യൺസ് ഡോളേഴ്സാണ് അവർ ഈ ഒരു എപ്പിസോഡിന് പോലും ചിലവാക്കിയിട്ടുള്ളത്. കറക്റ്റ് പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നാൽ പോലും ഒരു എപ്പിസോഡിന് ഒരുപാടധികം ബഡ്ജറ്റ് തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. സോ അതിനുള്ളതൊക്കെ ഈ ഒരു സീരീസിൽ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഈവൻ വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സീരീസ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിലോട്ടൊക്കെ വരാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയുണ്ട് ഈ ഒരു സീരീസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ലോർഡ് ഓഫ് ദ റിങ്സിനും ഹോബിറ്റിനും ഒക്കെ മുമ്പ് നടക്കുന്ന ഒരു സ്റ്റോറി, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ഹോബിറ്റിൻ്റെ അകത്തും ഈ പറയുന്ന ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ അകത്തൊക്കെ ഒരു പ്രലോഗ് പോലെ നമ്മൾ കേൾക്കുന്ന കാര്യമുണ്ട്, ഈ റിങ്സ് ഉണ്ടാക്കുന്ന കഥകളുമൊക്കെ. സോ ആ റിങ്സ് ഉണ്ടാക്കുന്ന കഥകളാണ് മെയിനായിട്ട് ഈ ഒരു സീരീസിലൂടെ പറഞ്ഞു പോകാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. സോ അതൊരു പരിധി വരെ ഓക്കെ രീതിയായിട്ട് തന്നെ നമുക്ക് നോക്കുന്നുണ്ട്. എന്നാൽ പോലും ഇത്രയധികം ഡ്യൂറേഷനിൽ പറഞ്ഞു പോവാതെ ഒരു പരിമിതി വെച്ച് ഇവർക്ക് പറഞ്ഞു പോകുന്നതായിരുന്നു എന്തുകൊണ്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് വളരെ കുറച്ച് എപ്പിസോഡിൽ ഒതുക്കി തീർക്കേണ്ട ഒരു കാര്യത്തെ വലിച്ച് നീട്ടി 8 എപ്പിസോഡിൽ കാണിച്ചതുപോലൊക്കെ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഒരു ഓക്കെ സാധനമായിരുന്നു. അവസാനത്തെ ഒക്കെ ഒരു എൻഡിങ്ങും ഒക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് സീസണിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് സീസണേക്കാളും ഫാർ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഈവൻ സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാം ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഒരു സീരീസിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് തോന്നി ഇതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. നമുക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൻ്റെ അകത്ത് പല കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളീ പറയുന്നല്ലോ ഹോബിറ്റിൻ്റെ അകത്തും ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ അകത്തും കാണുന്ന പല ക്യാരക്ടേഴ്സിൻ്റെയും യങ്ങർ വേർഷൻസിന് നമുക്ക് ഈ ഒരു സീരീസിൽ കാണാൻ പറ്റും. ഉദാഹരണം ഗൻഡാൽഫ് പോലത്തെ ക്യാരക്ടേഴ്സൊക്കെ, ഈവൻ ഗൻഡാൽഫിൻ്റെ ഒക്കെ ഒരു ഒറിജിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. സോ അതൊക്കെ ഒരു കാസ്റ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും അതുപോലൊക്കെ ഇരിക്കണ്ടേ. ഇത് എനിക്ക് അത്രയ്ക്കൊരു ഗുമ്മൊന്നും കിട്ടുന്ന ഒരു കാസ്റ്റിംഗ് കാര്യങ്ങളൊന്നും അല്ല. ഈവൻ പല ക്യാരക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഗലാഡറിൻ്റെ ആണെങ്കിലും ഒക്കെ അങ്ങോട്ടൊരു ഗുമ്മൊന്നും വലുതായിട്ട് എനിക്ക് കിട്ടിയില്ല പേഴ്സണലി. ആൻഡ് ഈ ഒരു സീരീസിൻ്റെ അകത്തും ഈ പറയുന്ന പോലെ സൗറോൺ എങ്ങനെയാണ് ഈ റേഞ്ച് വില്ലനായിട്ട് മാറുന്നത് എന്നുള്ളൊരു ജേണിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഈ ഒരു സീരീസിലും സൗറോൺ തന്നെയാണ് മെയിൻ വില്ലനായിട്ട് വരുന്നതും. എങ്കിൽ പോലും നമുക്കൊരു സൗറോണിനെ കുറിച്ച് കുറച്ചും കൂടെ ഇമ്പാക്റ്റിൽ അറിയാൻ പറ്റുന്നുണ്ട് എന്നുകൂടി പറയണം. ഈവൻ നമ്മളീ പറയുന്ന പോലെ ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ അകത്താണെങ്കിലും ഈവൻ ഹോബിറ്റിൻ്റെ അകത്താണെങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് സൗറോൺ ഏത് റേഞ്ചുള്ള വില്ലനാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുമെങ്കിലും പുള്ളിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, പുള്ളിയുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അധികം മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ പല ക്യാരക്ടേഴ്സും പറഞ്ഞു പോകുന്നതും അങ്ങനെ പലരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലായിക്കൊണ്ടിരുന്നത്. അതിനെ നമുക്കിപ്പോൾ വിഷ്വലി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സീരീസിലൂടെ. ആൻഡ് ഫസ്റ്റ് സീസണിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് വാറോ കാര്യങ്ങളോ സ്റ്റണ്ടും ആക്ഷൻസൊക്കെ ഭയങ്കര കുറവായിരുന്നു. അത് വെച്ച് നോക്കുവാണെങ്കിൽ സെക്കൻഡ് സീസൺ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ പാക്കഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഈവൻ അവസാനത്തെ ഒരു 2-3 എപ്പിസോഡിൻ്റെ അകത്തൊക്കെ ഒരു വേറെ റേഞ്ച് വാർ സീക്വൻസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ഈ സിനിമകളൊക്കെ അകത്ത് കണ്ട് ആ റേഞ്ചൊന്നും വാറിലോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ആ റേഞ്ച് ഗൂസ് ബംസോ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വൽസ് തന്നെയാണ്. ഈവൻ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസിയുടെ തന്നെ ഒരു മികവെന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റണ്ണിങ് വിഷ്വൽസാണ്. അത് നമുക്കൊരിക്കലും കണ്ടിരുന്ന് ബോറടിക്കത്തില്ല. അതിൻ്റെ വിഷ്വൽസ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ഫ്രെയിം എടുത്ത് നോക്കിയാലും അതെല്ലാം യുണീക്കായിരിക്കും. എന്താ പറയുക, ഒരു വേറെ റേഞ്ച് ഫീൽ നമുക്ക് കിട്ടും. അത് ഈ ഒരു സീസണിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന പോലെ ഫസ്റ്റ് സീസണിൻ്റെ അകത്ത് ഒരുപാട് സംഭവ വികാസങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ജസ്റ്റ് ഒരു സീരീസിന് ബേസ് എന്നുള്ള രീതിയിലായിരുന്നു ഫസ്റ്റ് സീസൺ എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സീസണിൽ ഒരുപാടധികം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാടധികം പൊളിറ്റിക്കലി ആണെങ്കിലും അല്ലാതെയും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും
പല സബ് സ്റ്റോറീസൊക്കെ വേണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് പല കാര്യങ്ങളും ലാഗ് അടിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെന്തിനിങ്ങനെ ഒരു സാധനം എന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ സാധനങ്ങൾ ഇനി എവിടെ വന്ന് കണക്റ്റ് ആകുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ചില സാധനങ്ങൾ ചില സബ് സ്റ്റോറീസ് കൊണ്ടുവന്ന് അവസാനം ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യം നൈസായിട്ട് തന്നെ എനിക്ക് വർക്കൗട്ട് ആയെങ്കിൽ തന്നെ ചില സാധനങ്ങൾ അത് എന്തിനവിടെ കാണിച്ചു, എന്തിനവിടെ പ്ലേസ് ചെയ്തു എന്നൊന്നും അറിയത്തില്ല. ആൻഡ് ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് റിങ്സ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ബേസിക്കലി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നത് ആ മിഡിൽ എർത്തിനെ തന്നെയാണ്. ഇവൻ നമ്മൾ സിനിമയ്ക്കകത്തൊന്നും ഒരുപാട് അധികം എക്സ്പ്ലോർ ചെയ്ത് പോകാത്ത ഒരു സ്ഥലമായിരുന്നു മിഡിൽ എർത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കും മിഡിൽ എർത്ത് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. അതേപോലെ ഓർക്കുകളെ കുറിച്ചാണെങ്കിലും ഡാർഫുകളെ കുറിച്ചാണെങ്കിലും ഈവൻ എൽഫുകളെ കുറിച്ചാണെങ്കിലും ഒക്കെ ഇവരെ 3 പേരെയും ആണ് ബേസിക്കലി ഒരുപാട് ഫോക്കസ് ചെയ്ത് പോകുന്നത് തന്നെ. മെൻസിനെയും ഒരുപാടധികം ഇവർക്ക് കാണിച്ചു പോകുന്നുണ്ട് പല കാര്യങ്ങളും. ആൻഡ് മെൻസിൻ്റെ ഇടയിൽ നടക്കുന്ന പലതരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പല സംഭവങ്ങളും ഒക്കെ. ആൻഡ് അതെല്ലാം ഒരു പരിധി വരെ ഇവർക്ക് നല്ലതാക്കി കാണിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സെക്കൻഡ് സീസൺ എന്ന് പറയുന്നത് നല്ലതാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി സിനിമകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കധികം വേറെ റേഞ്ച് സീരീസ് ഒന്നുമല്ല. എന്നാൽ പോലും ഫസ്റ്റ് സീസണെ സംബന്ധിച്ച് സെക്കൻഡ് സീസൺ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കുറേ സാധനങ്ങൾ ഈ സെക്കൻഡ് സീസൺ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ആൻഡ് ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്ത് നടക്കും എന്നുള്ള ആ ഒരു ആകാംക്ഷയും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഹൈപ്പ് നിലനിർത്താനൊന്നും ഇവർക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എനിക്കൊരു ഹൈപ്പ് കിട്ടി എന്ന് പറയുന്നത് ഈവൻ ലാസ്റ്റിലത്തെ 7-8 എപ്പിസോഡുകളൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇച്ചിരി ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ബിക്കോസ് 7ാമത്തെ എപ്പിസോഡൊക്കെ കണ്ട് നിർത്തി ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ എന്ത് നടക്കും എന്നുള്ള ആ ഒരു സാധനം എനിക്ക് ആ ലാസ്റ്റിലത്തെ ഫിനാലെ 2 എപ്പിസോഡുകൾ മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ തുടക്കം മുതലൊന്നും എനിക്ക് വലുതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഈ പറയുന്ന പോലെ മോതിരം ഉണ്ടാക്കുന്നത് തന്നെയാണ് കഥ. ഈവൻ നമ്മൾ ആ ലോർഡ് ഓഫ് ദ റിങ്സ് സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ പ്രലോഗിൽ കാണുന്ന കാര്യങ്ങൾ, എൽഫുകൾക്ക് 3 മോതിരം, ഡാഫുകൾക്ക് 7 മോതിരം, മെൻസിന് 9 മോതിരങ്ങൾ, ഇതിനെ എല്ലാത്തിനെയും കൂടെ ഓവർപവർ ചെയ്ത് നിർത്തുന്ന സൗറോൺ ഒരു മോതിരം ഉണ്ടാക്കുന്നു. ആൻഡ് ഈ ഒരു കഥയാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു സീരീസ് വരെ കാണുന്നത്. ബട്ട് ഈ ഒരു മോതിരം ഉണ്ടാക്കുന്ന സാധനം തന്നെ പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ബോറടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി സൗറോൺ നടത്തുന്ന പുള്ളിയുടെ കുറേ പ്ലാനിങ്ങുകളും പുള്ളിയുടെ പലതരത്തിലുള്ള പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയിൽ പറഞ്ഞു പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് വലിയ ഇമ്പാക്റ്റിലോട്ടൊന്നും കൊണ്ട് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ഈ ഒരു സീരീസ് എനിക്ക് കണ്ടിട്ട് ഒരു എബവ് ആവറേജ് ആയിട്ടൊക്കെ തോന്നിയുള്ളൂ. അല്ലാതെ വേറെ റേഞ്ച് സാധനം എന്ന് പറയാൻ പറ്റുന്നത് ഒരു എബവ് ആവറേജ് സാധനമാണ്. എന്നാലും കുഴപ്പമില്ലാതെ കണ്ടിരുന്ന് പോകാൻ പറ്റും. നിങ്ങളൊരു ലോർഡ് ഓഫ് ദ റിങ്സ് ഫാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു സാധനം ഇഷ്ടപ്പെടാതെ പോയൊന്നുമില്ല. നിങ്ങൾക്ക് ഈ സാധനമൊക്കെ ഇഷ്ടപ്പെടും. ബട്ട് ഈ ഹോബിറ്റിൻ്റെ അകത്താണെങ്കിലും ലോർഡ് ഓഫ് ദ റിങ്സിനകത്ത് കണ്ട ആ ഒരു ട്രീറ്റൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് അധികം കിട്ടത്തില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു സീരീസാണ്. ഇവർക്ക് ഇതിൻ്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഇച്ചിരി ബെറ്റർ ആക്കാമെന്ന് തോന്നുന്നു. ബട്ട് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. സോ എനിക്ക് തോന്നുന്നു ഇനി ഒരു സീസണും കൂടെ കാണണമായിരിക്കും. ബിക്കോസ് ആ ഒരു പ്രലോഗ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തവും ഈ 3 ആൾക്കാർക്ക് കൂടാതെ സൗറോൺ ഒരു മോതിരം ഉണ്ടാക്കുന്നുണ്ട്. സോ ആ മോതിരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇനി അടുത്ത സീസണിലായിരിക്കും കാണിക്കുക. അടുത്ത സീസണിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. സോ മേ ബി ഇനി 1 വർഷമോ 2 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി 2 സീസൺ ഇറങ്ങുന്നതുമൊക്കെ. സോ കുഴപ്പമില്ലാത്ത ഒരു പ്രീക്വൽ സീരീസ് എന്ന് മാത്രമാണ്. ഈവൻ നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പ്രീക്വലായിട്ട് ഹൗസ് ഓഫ് ഡ്രാഗൺസ് വന്ന ആ ലെവൽ സാധനം അല്ലെങ്കിൽ ആ ലെവൽ ഹൈപ്പൊന്നും ഇതിനെ നിലനിർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു ഓക്കെ സാധനമാണ്. നിങ്ങൾ ലോർഡ് ഓഫ് ദ റിങ്സ് ഹോബിറ്റ് ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സീരീസും കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആമസോൺ പ്രൈമിലുണ്ട്, ലിങ്ക് എവിടെ കിട്ടുമെന്നൊക്കെ അറിയായിരിക്കും. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സീരീസിനോട് കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത്. സോ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്കൊരു പ്രചോദനം എന്നൊക്കെ പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ മറക്കാത്ത കമൻറ്റിലൂടെ അറിയിക്കുക. സോ ഇതിൽ നല്ലൊരു എപ്പിസോഡ് കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ സൈൻ ഔട്ട് വിത്ത് AK Spoke മലയാളം.